പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക, ഈ മനുഷ്യൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഇങ്ങനെ രക്തസാക്ഷിയായ രീതി കണ്ടിട്ടല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രം വരച്ചതുകൊണ്ടുമല്ല, നേരെ മറിച്ച് കർത്താവിൻ്റെ സുവിശേഷവും പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷവും തൻ്റെ ഒരൊറ്റ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി തീർത്തു എന്നുള്ളതാണ് എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഒരു ലൈഫ് കൊണ്ട് ഒരു മനുഷ്യൻ ഈശോയുടെ സുവിശേഷം എഴുതാണ്, അതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമായ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം എഴുതുന്നു. എൻ്റെ ദൈവം എത്ര വിശിഷ്ടമായിട്ടുള്ള ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കിയേ. സി വി ബാലകൃഷ്ണൻ്റെ ഒരു ചോദ്യമുണ്ട്, ആരാണ് ശരിക്കും ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത്, വിശ്വാസിയോ അവിശ്വാസിയോ? എന്നിട്ട് അദ്ദേഹം തന്നെ ഉത്തരം പറയും, തീർച്ചയായും ദൈവത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആശ്രയിക്കാത്ത വിശ്വാസിയാണ് ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത്, ഒരിക്കലും അവിശ്വാസികളല്ല. അങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ, നീശയൊക്കെ പറഞ്ഞ കാര്യം അതാണല്ലോ, ആകെ ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടായിരുന്നുള്ളൂ, ആ ക്രിസ്ത്യാനിയെ അവർ കുരിശിൽ തറയ്ക്കുകയും ചെയ്തു, വേറൊരാളെയും ഞാൻ ക്രിസ്ത്യാനിയായിട്ട് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയണ വിധത്തിൽ ലോകമിങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു മനുഷ്യൻ തൻ്റെ ഒരു ആയുഷ്കാലം കൊണ്ട് 2 സുവിശേഷം എഴുതാണ്. കർത്താവിൻ്റെ മുഖം ഇങ്ങനെ ഭംഗിയായി കാണിക്കുന്ന വിധത്തിൽ, സഭയുടെ മുഖം ഇങ്ങനെ ലോകത്തിൻ്റെ മുൻപിൽ വിശുദ്ധമാക്കി തെളിയിച്ചു കൊടുക്കുന്ന വിധത്തിൽ, ഒരു 84 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതം കൊണ്ട് സുവിശേഷം എഴുതി വ്യക്തമാക്കി തെളിച്ചത്തോടുകൂടെ മുന്നിൽ ഇങ്ങനെ ലോകത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയൊരു വിശുദ്ധൻ. തമ്പുരാനെ, എന്തൊരു വലിയ അനുഗ്രഹമാണ് ഈ ലോകത്തോട് പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷം, കർത്താവിൻ്റെ വചനങ്ങൾ. അത് അങ്ങയുടെ വലിയ ആഗ്രഹമാണെന്ന് ഞങ്ങൾക്കറിയാം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞ അവിടുത്തെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളുടെ ആധാരമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഇതുവരെയും ഒരു വാക്ക് പോലും ഈ സുവിശേഷം മിണ്ടാതെ ഇത്രകാലം ജീവിച്ചു വന്ന ഞങ്ങളുടെ മുൻപിൽ 2 സുവിശേഷം ഒരു ജീവിതകാലം കൊണ്ട് എഴുതി വെച്ച ഈ മഹാവിശുദ്ധൻ്റെ മാതൃക ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എന്തൊരു തെളിച്ചമായിരിക്കും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. ആത്മാവിങ്ങനെ നിരന്തരം ചിറകടിച്ചിരുന്ന ഒരു ഹൃദയം, സ്വർഗത്തിൻ്റെ തെളിച്ചമുള്ള ദിവ്യരഹസ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിരുന്ന ഒരു ബ്രെയിൻ. ആലോചിച്ച് നോക്കി, ഒരു തലച്ചോറ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലൊക്കെ തലച്ചോറിലൊക്കെ എന്തൊക്കെ ചിന്തകളാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരാളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ, ആത്മാവ് സഭയെ നയിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ഇത് കൊതിപ്പിക്കുന്ന ജീവിതമാണ്. ഓരോ ക്രിസ്ത്യാനിയും കൊതിയോടുകൂടെ ആഗ്രഹിക്കേണ്ട ജീവിതമാണ്. പറഞ്ഞല്ലോ, ഒരുപാട് പ്രത്യേകതകളുണ്ട് വിശുദ്ധ ലൂക്കായെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ. ഒരു ഒലിവ് ട്രീ, ഒരു ഒലിവ് മരത്തിൽ നിന്ന് ഇങ്ങനെ തൂക്കി വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെട്ട, അതായത് കയറ് കെട്ടി താഴേക്ക് വലിച്ചെറിഞ്ഞ് ഈ മരത്തിൽ തൂങ്ങിക്കിടന്ന് മരിച്ചുപോയ ഒരാൾ. അത് ഗ്രീക്കിലൊക്കെ ചെന്നിട്ട് വലിയ വിശ്വാസത്തോടുകൂടെ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ സുവിശേഷം പറയണതിൻ്റെ ഇടയ്ക്ക് 84 വയസ്സുള്ള ഒരു മനുഷ്യനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർത്താവിനെ കുറിച്ചിട്ട്, ഒരു പേടിയില്ലാതെ. അത് അപ്പം തുടങ്ങിയതല്ല, ചെറുപ്പം മുതലേ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ നാൾ മുതലേ ആ കർത്താവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ്ലീഹ അവസാനമൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ലൂക്ക മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അത് മതി. വേറൊരാളെ പറഞ്ഞു വിടാൻ പോലും പറയാൻ തോന്നിക്കാത്ത വിധത്തിൽ പൗലോസ്ലീഹയുടെ തീക്ഷ്ണതയോടൊപ്പം കിടപിടിക്കുന്നൊരു മനുഷ്യൻ. എൻ്റെ ദൈവം, എന്തൊരു തീക്ഷ്ണതയുള്ള, എന്തൊരു ഭംഗിയുള്ള ജീവിതമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഈ ചിത്രം വരച്ച ഒരേ ഒരാൾ,
അമ്മയോട് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിനോട് അത്ര സ്നേഹം പുലർത്തിയിരുന്ന, സ്വന്തം അമ്മയേക്കാൾ കൂടുതലായി സ്നേഹിച്ച് ഇങ്ങനെ കൂടെ നടന്നിരുന്ന വിശുദ്ധ ലൂക്ക. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് പോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. എല്ലാം പോട്ടെ, നമ്മളിന്ന് ഈ സമയം ചിന്തിക്കുന്നത് പറഞ്ഞില്ലേ, മറ്റെല്ലാ പ്രത്യേകതകളൊക്കെ മുകളിലായിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം ഇതാണ്: നീ ഒരു സുവിശേഷമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത്. നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ഇത്രയും കാലം കർത്താവ് തന്ന ജീവിതവും സുവിശേഷം എഴുതാനും പറയാനും സാക്ഷ്യപ്പെടുത്താനും ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാ ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ മധ്യസ്ഥം യാചിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ വചനത്തോട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അടുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട്, എൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരോടും കർത്താവിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കാനായിട്ട്, ആത്മാവ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നും നയിക്കുന്നതെന്നും ഇങ്ങനെ ആ ഒരു സുവിശേഷം അവരുടെ ഉള്ളിൽ ബോധ്യമായി തെളിച്ചമായി ഇങ്ങനെ മുദ്രയായിട്ടൊന്ന് പതിച്ചുറപ്പിക്കാനായിട്ട്, എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും കാരണമാവട്ടെ എന്ന്. എൻ്റെ ജീവിതം ഈ ലോകത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ ജ്വലിക്കുന്ന സുവിശേഷമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം ലൂക്കായുടെ കാര്യത്തിൽ ശരിയാവുന്നുണ്ട്. അയാളുടെ ഉള്ളു നിറച്ച് ഈ വചനം, അയാളുടെ നാവ് നിറച്ച് സുവിശേഷം, അയാളുടെ തലയിൽ നിറച്ച് ആത്മാവ് നയിക്കുന്ന വഴികളെക്കുറിച്ചുള്ള ചിന്തകൾ. കർത്താവേ, ഈ ഒരു അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുക. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പോപ്പിൻ്റെ മുൻപിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷം പോപ്പിനെ കാണാനായിട്ട് പറ്റുന്നൊരു സമയമാണ്. എന്നിട്ട് ആ സമയം താൻ പറയാൻ വന്നതെല്ലാം മറന്നുപോയി. തൻ്റെ ഒരു സന്യാസ സഭ പുതിയതായിട്ടുണ്ടാക്കണം, കർത്താവ് കൽപ്പിച്ചതനുസരിച്ചാണ്, എന്നിട്ട് സുവിശേഷമൊക്കെ പറയണം, കുറേ അതിനുള്ള നിയമാവലികളെല്ലാം പറയാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം മറന്നുപോയ അസീസിയിലെ വിശുദ്ധൻ ഈ പോപ്പിൻ്റെ മുൻപിൽ നിന്ന് പരിശുദ്ധ പാപ്പയുടെ മുൻപിൽ കമിഴ്ന്ന് കിടന്നിട്ട് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: പിതാവേ, എനിക്കൊരു ആശീർവാദം മാത്രം മതി, സുവിശേഷം ജീവിക്കാനുള്ളൊരു ആശീർവാദം. പിതാവേ, എനിക്കൊരു ആശീർവാദം മാത്രം മതി, സുവിശേഷം ജീവിക്കാനുള്ളൊരു ആശീർവാദം. ആശീർവാദത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കർത്താവിന്റെ തിരുമുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരുന്ന അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങുന്നതിന് മുൻപ് വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതവും വാക്കും പ്രവൃത്തിയും കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ വികൃതമാക്കിയോ? ഉതപ്പ് നൽകുന്ന വാക്കുകൾ കൊണ്ടും നല്ലതല്ലാത്ത മാതൃകകൾ കൊണ്ടും ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി തീരുമാനമെടുക്കണം: നാളെ മുതൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സുവിശേഷമായി ജീവിച്ചു കൊള്ളാമെന്ന്. ഉറപ്പിച്ചിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. സ്വർഗം ശക്തി നൽകട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.